ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആർഎസ്എസ് നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റുന്നുവെന്ന വിശ്വാസികളുടെ പരാതിയുണ്ട് എന്നും മന്ത്രി. അതേസമയം ആർഎസ്എസ് പരിശീലനം സംബന്ധിച്ച പരാതിയുണ്ടെങ്കിൽ അക്കാര്യം അവർ തന്നെ പരിഹരിച്ചുകൊള്ളുമെന്ന് ബിജെപി നേതാവ് എം.ടി. രമേശ് പ്രതികരിച്ചു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആർഎസ്എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിവരുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പരാതികളാണ് ദിവസേന ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ മാറ്റേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാനാണ് ആർഎസ്എസ് ശാഖയും ആയുധപരിശീലനവും നടത്തുക വഴി ശ്രമിക്കുന്നത്. നാടിൻ്റെ മതേതര സ്വഭാവവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റാൻ അനുവദിക്കില്ല. വിശ്വാസികളുടെ പരാതികളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമ്പല പരിസരത്ത് വരാൻ തന്നെ അവർ ഭയപ്പെടുകയാണ്, ഇത്തരം ആയുധ പരിശീലനം നടക്കുന്ന അമ്പലങ്ങളിൽ. അതുകൊണ്ട് വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് അംഗീകരിച്ച ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇത്തരം കൊള്ളരുതായ്മകളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതേസമയം ആർഎസ്എസ് ശാഖകൾ നടത്തുന്നത് നിയമപരമായാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. ശാഖകൾ നടത്തുന്നത് സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ ആർഎസ്എസ് തന്നെ പരിഹരിച്ചോളുമെന്നും എം.ടി. രമേശ് കോഴിക്കോട്ട് പറഞ്ഞു. ആർഎസ്എസിൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് നിയമവിധേയമായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. അങ്ങനെ ശാഖകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റികൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അവർ പരിഹരിച്ചുകൊള്ളും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോഴിക്കോട്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന ചർച്ചയിൽ ധാരണയായില്ല. സർക്കാരിന് വിട്ടുനൽകിയ 30% മെറിറ്റ് സീറ്റിലെ ഫീസിലാണ് തർക്കം നിലനിൽക്കുന്നത്. മെറിറ്റ് സീറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി വീണ്ടും മാനേജ്മെന്റ് ചർച്ച നടത്തും. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ 30% സർക്കാർ സീറ്റിലും 50% മാനേജ്മെന്റ് സീറ്റിലും ഉൾപ്പെടെ 80% ഏകീകൃത ഫീസ് എന്ന മാനേജ്മെന്റിന്റെ ഫോർമുലയാണ് സർക്കാർ തള്ളിയത്. 50% സർക്കാർ മെറിറ്റ് സീറ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് ചർച്ച ധാരണയാകാതെ പിരിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുടർ ചർച്ച ഉടൻ നടക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. സബ്സിഡി അനുഭവിക്കുന്ന ഈ 50% മെറിറ്റ് സീറ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള സമീപനം തന്നെയാണ് ഞങ്ങൾ ഇന്നും സ്വീകരിച്ചത്. അതിൽ വർധനവുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ തീരുമാനത്തിനുള്ള സാധ്യത തീരെ ഇല്ലാണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച കൂടി ആവണം. 50% സർക്കാരിന് വിട്ടുനൽകിയ സീറ്റിൽ 20%-ൽ സർക്കാരിന് സ്വന്തം നിലയ്ക്ക് ഫീസ് നിശ്ചയിക്കാം. 35% മാനേജ്മെന്റ് സീറ്റിൽ 10 മുതൽ 12 ലക്ഷം രൂപ വരെയും NRI സീറ്റിൽ 15 മുതൽ 20 ലക്ഷം രൂപ വരെയുമാണ് മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത്. ശേഷിക്കുന്ന 30%-ൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെ അനുകൂലമായി കാണുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. ഈ 30%-നെ പറ്റിയിട്ടാണ് തർക്കങ്ങൾ. അല്ല, മാനേജ്മെന്റുകൾ ഏകീകൃത ഫീസ് ആവശ്യപ്പെടുന്നു. അതാണ് അതിന്റെ കാര്യം, ഏകീകൃത ഫീസ്. അപ്പോൾ ഏകീകൃത ഫീസിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വേണമെങ്കിൽ തീർച്ചയായും. എന്നാൽ മെറിറ്റിനു പുറമെ NRI മാനേജ്മെന്റ് സീറ്റിലും വൻതോതിലുള്ള ഫീസ് വർധനവ് സർക്കാർ അംഗീകരിക്കില്ല. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ മറ്റ് പ്രവേശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയിലെത്തുന്ന വിദേശികൾ കുട്ടിപ്പാവാട ധരിക്കരുത് എന്ന കേന്ദ്ര ടൂറിസം മന്ത്രി മഹേഷ് ശർമ്മയുടെ നിർദ്ദേശം. അസമയത്ത് ചെറുപട്ടണങ്ങളിൽ ചുറ്റി തിരിയരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള ലഘുലേഖ വിദേശികൾ വിമാനമിറങ്ങുമ്പോൾ തന്നെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൈമാറും. ഇന്ത്യയിലെത്തിയാൽ വിദേശികൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന നിർദ്ദേശം ഇതാദ്യമായാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇറക്കം കുറഞ്ഞ പാവാട ടൂറിസ്റ്റുകൾ ധരിക്കരുതെന്ന് ആവശ്യപ്പെടുന്ന കേന്ദ്ര ടൂറിസം മന്ത്രി മഹേഷ് ശർമ്മ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖ വിമാനത്താവളങ്ങളിൽ വിതരണം ചെയ്യുമെന്നറിയിച്ചു. ഇന്ത്യയിലെ ചെറുപട്ടണങ്ങളിൽ അസമയത്ത് ചുറ്റിത്തിരിയരുത്, സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ചിത്രം സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി ലഘുലേഖയിലുണ്ടാകും. അമ്പലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദില്ലിയിൽ ടൂറിസ്റ്റുകൾക്കായി ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് മന്ത്രി ഡ്രസ് കോഡ് നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയത്. ഇത് വിവാദമായതിനെ തുടർന്ന് പ്രസ്താവന മഹേഷ് ശർമ്മ തന്നെ മയപ്പെടുത്തി. ടൂറിസ്റ്റുകളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് നിർദ്ദേശങ്ങൾ പറഞ്ഞതെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകശ്മീരിൽ സർവകക്ഷി സംഘം ഞായറാഴ്ച സന്ദർശനം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. അതേസമയം കശ്മീരിലെ സംഘർഷം 51 ദിവസം പിന്നിട്ടു.
ജൂലൈ 8-ന് ബുർഹാൻ വാനി എന്ന തീവ്രവാദിയെ സൈന്യം വധിച്ചതിനു ശേഷം ആരംഭിച്ച സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിട്ടില്ല. സംഘർഷം വ്യാപകമായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കർഫ്യൂ ആകട്ടെ 51 ദിവസം പിന്നിടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച സർവകക്ഷി സംഘം കാശ്മീർ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംഘത്തെ നയിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സർവകക്ഷി സംഘ ആവശ്യം ഇടതുപക്ഷം ഉയർത്തിയിരുന്നതാണ്. പിന്നീട് കാശ്മീർ സന്ദർശനം നടത്തിയ രാജ്നാഥ് സിംഗ് മുന്നിലും ഇതേ ആവശ്യം ഉയർന്നു. 2010-ൽ കനത്ത പ്രക്ഷോഭം കാശ്മീരിലുണ്ടായപ്പോഴും അന്നത്തെ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ നിയോഗിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പാർട്ടി പ്രതിനിധികൾ നിലവിലെ സംഘത്തിലുണ്ടാകും. പക്ഷേ വിഘടനവാദികളുമായി ചർച്ച നടത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മനസ്സ് തുറന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാന്തല്ലൂരിൽ ഓണക്കാല വിപണിയിലേക്കുള്ള വെളുത്തുള്ളി വിളവെടുപ്പ് തുടങ്ങി. കേരളത്തിൽ നിലവിൽ വെളുത്തുള്ളിക്ക് 150 രൂപ വില കിട്ടുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ വെളുത്തുള്ളി സംഭരണ കേന്ദ്രങ്ങളിൽ വില കുറഞ്ഞത് കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കൊള്ളലാഭം നേടുന്നതിനുള്ള ഇടനിലക്കാരുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം മറയൂർ, വട്ടവട, കാന്തല്ലൂർ മേഖലകളിലെ വെളുത്തുള്ളി ഉൽപ്പാദനത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. മുൻ വർഷങ്ങളിൽ വെളുത്തുള്ളി വില ലഭിക്കാതെയും ശക്തമായ മഴയിൽ വെളുത്തുള്ളികൾ അഴുകിയും നശിച്ചിരുന്നു. വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ കടക്കണിയിൽ നിന്നടക്കം കരകയറുന്നതിനു വേണ്ടിയാണ് കർഷകർ ഇത്തവണ പ്രതീക്ഷയോടെ കൃഷി ചെയ്തത്. ഓണവിപണിയിലേക്ക് എത്തിക്കുന്നതിനുള്ള വിളവെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ നിലവിൽ 150 രൂപ വരെ വെളുത്തുള്ളിക്ക് വില ലഭിക്കുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ വെളുത്തുള്ളി വില കുറഞ്ഞിരിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. വിളവെടുക്കുന്ന വെളുത്തുള്ളികൾ കേരളത്തിൽ സംഭരിക്കാനും വിറ്റഴിക്കാനും കഴിയാത്തതിനാൽ തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിലാണ് വിറ്റഴിക്കുന്നത്. ഇടനിലക്കാരുള്ളതിനാൽ വെളുത്തുള്ളിയുടെ യഥാർത്ഥ വില കർഷകർക്ക് ലഭിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് നിലവിൽ വിളവെടുപ്പ് സമയത്ത് തമിഴ്നാട്ടിൽ വില കുറഞ്ഞിരിക്കുന്നത്. ഇടനിലക്കാർക്ക് കൊള്ളലാഭം നേടുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിളവെടുപ്പ് സമയത്ത് വില കുറച്ചിരിക്കുന്നത് എന്ന ആരോപണവുമുണ്ട്. സിംഗപ്പൂർ, മേട്ടുപ്പാളയം ഇനങ്ങളാണ് ഇവിടെ തുടക്കം മുതൽ കൃഷി ചെയ്യുന്നത്. ഇതിൽ സിംഗപ്പൂർ ഇനം 4 മാസം കൊണ്ട് വിളവെടുക്കുമ്പോൾ മേട്ടുപ്പാളയം 3 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയും. പച്ചയ്ക്കും ഉണക്കി പുക കൊള്ളിച്ചുമാണ് വെളുത്തുള്ളിയുടെ വിൽപ്പന. എന്നാൽ നിലവിൽ തമിഴ്നാട്ടിൽ വില കുറഞ്ഞിരിക്കുന്നതിനാൽ ഉണക്കി പുക കൊള്ളിക്കാൻ നിൽക്കാതെ കർഷകർ വിളവെടുത്ത ഉടൻ തന്നെ പച്ചയ്ക്ക് വിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആദിവാസി കോളനികളിൽ മരുന്നും സഹായവുമായി ഒരു സംഘം ഇന്നലെ വയനാട്ടിലെത്തി. കോഴിക്കോട് കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം സോജോൺ എന്ന സാമൂഹിക പ്രവർത്തന പരിപാടിയുടെ ഭാഗമായാണ് എത്തിയത്. ഊരുകൾ കേന്ദ്രീകരിച്ച മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് ഇവർ മടങ്ങിയത്. കോഴിക്കോട് കോക്കല്ലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 9 ഡോക്ടർമാരും NSS വളണ്ടിയർമാരുമാണ് വയനാട് പഴുപ്പത്തൂരിലെ കോളനികളിലെത്തിയത്. ഓരോ വീടുകളിലുമെത്തി ആരോഗ്യ പരിശോധനകളും കോളനികൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പും ഇവർ നടത്തി. ഡെന്റൽ, ഹോമിയോ ഡോക്ടർമാരും സംഘത്തിലുണ്ടായിരുന്നു. ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം, ലഹരി ഉപയോഗം എന്നിവയിൽ ബോധവൽക്കരണവും ഇവരുടെ ലക്ഷ്യമായിരുന്നു. യഥാർത്ഥത്തിൽ 2006-2008 ബാച്ച് മുതൽ ഇപ്പോൾ അവിടെ പഠിക്കുന്ന 2015-17 ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുള്ള ആ ഒരു 10 വർഷത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വൈദ്യപരിശോധനകൾക്ക് ശേഷം കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനവും ഒരുക്കി. ക്യാമ്പുകൾക്കൊപ്പം വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 100-ലധികം ആളുകൾക്കാണ് ഇവരുടെ കൂട്ടായ്മ സഹായമെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, വയനാട്.